അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ അവർ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് അബി രാവിലെ ഡ്യൂട്ടിക്ക് പോയി. അബിക്ക് ഇന്ന് മോർണിംഗ് ഷിഫ്റ്റ് ആണ്. ഇനി 2 മണിയാകുമ്പോഴേ അബി വരത്തുള്ളൂ. അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഞാനും പപ്പയും മമ്മിയും ആമിയും ഉള്ളൊരു ഡേ ആണ് അല്ലേ? പപ്പയും മമ്മിയും വന്നതിന് ശേഷം അബി ഒരു മടിയനായി മാറിയിരിക്കുവാണ് കേട്ടോ. കൊച്ചിനെ നോക്കുന്നില്ല, പണിയൊന്നും എടുക്കുന്നില്ല. ഇപ്പൊ ചുമ്മാ മോളില് പബ്ജിയും കളിച്ച് ഇങ്ങനെ കിടപ്പാണ്. അപ്പോഴും വലിയ ഉത്തരവാദിത്വം ഒന്നുമില്ലല്ലോ, ചുമ്മാ ഈസിയായി. ഇപ്പൊ ഒരു പണിയും വേണ്ട. അപ്പം ഇത്തവണ ഞാനും പപ്പയും മമ്മിയും കൂടി മുൻകൈ എടുത്ത ഞങ്ങൾ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. ഇപ്പൊ അബിയുടെ മടി കാരണം അബി വീഡിയോയും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അത്യാവശ്യം ഭയങ്കര ഇനീഷ്യേറ്റീവ് എടുത്ത് വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ്. ഇപ്പൊ അത് മടിയാണ്, ഫുൾ മടി പിടിച്ചു. അപ്പൊ അതൊക്കെ മാറ്റാനായിട്ട് ഇത് ഞങ്ങൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ഇപ്പൊ പുതിയ വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ അതിനുവേണ്ടി എടുക്കുന്നതാണ് കേട്ടോ. എന്റെ ഇന്നത്തെ ക്യാമറമാൻ അപ്പൊ മമ്മിയാണ് കേട്ടോ. മമ്മിയാണ് ഞങ്ങൾ ചെയ്യുന്നതിന്റെ എല്ലാം ഷൂട്ട് ചെയ്ത് തരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇന്ന് എമ്പുരാൻ റിലീസ് ആവുന്ന ദിവസമാണ്. അപ്പൊ പപ്പ ഇതേ രാവിലെ കുളിച്ച് സെറ്റായി എമ്പുരാൻ കാണാൻ വേണ്ടി റെഡി ആയിരിപ്പുണ്ട്. അബിക്ക് 2 മണി വരെ ഡ്യൂട്ടി. നമ്മളിത് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് 7:20 ഷോയ്ക്കാണ് കേട്ടോ. അപ്പം പപ്പ ഇത് രാവിലെ റെഡി ആയിട്ടിരിക്കുവാണ് കാണാനായിട്ട്. അബി അതിലും എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അബി ആണെങ്കിൽ എപ്പൊ നോക്കിയാൽ എമ്പുരാനെ പാട്ടും പാടിക്കൊണ്ടാണ് നടക്കുന്നത്. എന്താവും അറിയത്തില്ല. ഇന്ന് കഴിഞ്ഞ ദിവസം ആസ്റ്റേന്ന് ഞങ്ങൾ 2 ചോട് ചെടി മേടിച്ചായിരുന്നു കേട്ടോ. അപ്പൊ അത് ഞങ്ങൾ ചട്ടിയിലോട്ട് മാറ്റി നട്ട്. ഇതേ കാണിച്ചു തരാം. ഇത് ഒരെണ്ണവും പിന്നെ വേറൊരു ചെടി. അതിന്റെ കളർ എന്താന്ന് അറിയാൻ പാടില്ല, ഏതാ പൊങ്ങി വരുമ്പോ എങ്ങനെയാന്ന് അറിയത്തില്ല. പക്ഷെ ഇത് നമ്മൾ ചെടിയോടെ കണ്ടുകൊണ്ട് ഇത് മേടിച്ചു. ഇതിനൊരു നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇതിനൊന്നും പേര് ഞങ്ങൾ ഇതുവരെ ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല, പേരൊക്കെ നോക്കണം. പിന്നെ ഇത് എന്താന്ന് വെച്ചാല് ബൾബായത് ഉള്ളിച്ചെടി പോലത്തെ എല്ലാ സീസണിലും ആവും. ഇനി ആമി അവസരം വ്ളോഗ് ചെയ്യുന്ന കേട്ടാ. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീഡിയോ കണ്ടു. ഡാഫോഡിൽസ് ഒക്കെ പറിച്ചിട്ടുണ്ടെങ്കിൽ 5000 പൗണ്ട് എങ്ങാണ്ട് നമുക്ക് ഫൈൻ കിട്ടുന്നതെന്ന്. ഭാഗ്യത്തിന് നമ്മൾ ഇതുവരെ പറിച്ചിട്ടില്ല. ഇല്ല, അമ്മ പറയുന്നില്ല. അയ്യോ, അമ്മ മിണ്ടുന്നില്ല. അപ്പൊ ഇത് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ല. ഇത് ഏകദേശം ഇപ്പൊ വിടർന്ന് കേട്ടോ. ഇത് വിടരുന്നതിന് മുമ്പ് ചുമ്മാ ഒരു കൂമ്പ് പോലെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇപ്പൊ ഇത് നല്ല അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് കാണാനായിട്ട്. അപ്പൊ ഇങ്ങനെ കുറെ പൂക്കളൊക്കെ വിടർത്തി നമ്മളെ ഒഴിവ് സമയമൊക്കെ നമ്മളിങ്ങനെ എൻജോയ് ചെയ്യുക. ആമിയുടെ അടുത്തത് ക്യാമറ കൊണ്ടുപോകുമ്പോ കേട്ടോ ആമി ഒച്ചപ്പാടുണ്ടാക്കുന്നത്. അത് എന്റെ അതുപോലെ നമ്മളിവിടെ മൂവ് ചെയ്ത ദിവസമൊക്കെ നിങ്ങൾ കണ്ടോ. ഈ റോസാ ചെടി എല്ലാം ഒന്നുമില്ല, അവർ കമ്പായിട്ട് നിൽക്കുമായിരുന്നു. അപ്പൊ അതും ചെറുതായിട്ട് തള്ളിട്ട് വരുന്നുണ്ട്. അപ്പൊ സ്പ്രിങ്ങും സമ്മറൊക്കെ ആവുന്നതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ. ആമിക്കുട്ടി ഇവിടെ കരഞ്ഞു ബഹളം വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ആമിക്ക് വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞ് അയ്യേ നാണക്കേട്. ഇത് ഗുഡ് ഗേൾ അല്ല കേട്ടോ. പിടിച്ചോ ആമി പിടിച്ചോ. നമ്മള് മമ്മീനോടും പപ്പനോടും ആണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്ലേ? പറയാ താഴെ പിടിക്കുന്നില്ല, ഇങ്ങനെ പിടിക്കാം. മമ്മി എങ്ങനെയുണ്ട്? മമ്മി ഇവിടെ വന്നിട്ട് ഇപ്പൊ നാട്ടിലെ കാര്യമൊക്കെ ഓർത്തിട്ട് മമ്മിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഞങ്ങൾ കുറെ അടക്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അവര് മഴ പെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 30-ാം തീയതി കഴിഞ്ഞാൽ എന്തായാലും മഴ പെയ്യും, അത് കഴിഞ്ഞാൽ മഴ പെയ്യത്തുള്ളൂ. ആശ്ലി തന്നെ അടക്കയെല്ലാം ഒന്ന് വാരി വെച്ചതിന് ശേഷം അവിടെ അല്ല, നാട്ടില് ചൂടായിട്ട് ആൾക്കാർ എങ്ങനെയെങ്കിലും ഒന്ന് മഴ പെയ്യുന്നു പ്രാർത്ഥിക്കുന്നു. അമ്മ ആണെന്ന് പറയാ നിന്റെ പ്രാർത്ഥന നിർത്തടി, ഇവിടെ മഴ പെയ്യട്ടെ. ഹലോ ഗായ്സ്, ആമിയാട്ടെ ഇതിങ്ങനെ പടപ്പിച്ചോണ്ടിരിക്കുന്നത്, ഞാനല്ല. ഇനി അബി വന്ന് വീഡിയോക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്നെ കുറ്റം പറയുന്നു. അതുകൊണ്ട് ഞാനിതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്ന കേട്ടോ. ഇത് നമ്മളപ്പോ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇച്ചിരി വെയിലുള്ളതുകൊണ്ട് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. പപ്പയും മമ്മിയും ഞങ്ങളെല്ലാരും കൂടെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങി. അബി ഡ്യൂട്ടിക്ക് പോയി. അപ്പൊ നമ്മൾ വിചാരിച്ചു വെറുതെ വീട്ടിലിരിക്കണ്ട. അതെ, തോട്ടില് കുറെ മീനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന കാണുന്നുണ്ട്. ഈ കാണുന്ന ചെടിയുണ്ട്, ഇത് കണ്ട നമ്മുടെ നാട്ടിലെ ഈ കമ്മൽപ്പൂ പോലത്തെയൊക്കെയാ. അതിന്റെ ഒരു ഇച്ചിരി വലിയ സൈസ്. ഈ ഒരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നല്ല രസമുണ്ട് കാണാൻ. ഇതിങ്ങനെ ഇവിടെ ഫുള്ളാവണായിരുന്നല്ലേ. ഞാനും അമ്മിയും കൂടി ഇത് കുറച്ച് അവലാക്കാൻ പോകും അല്ലേ അമ്മി? അതിനുവേണ്ടി തേങ്ങയൊക്കെ എടുത്ത് ഡീഫ്രോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് അവല് മേടിച്ചായിരുന്നു. കുറച്ച് ദിവസമായിട്ട് അവല് നനച്ചത് തിന്നണമെന്നൊരാഗ്രഹം അല്ലേ പൊന്നു? പൊന്നൂന്നല്ല, അമ്മയ്ക്ക്. അത് കുഞ്ഞിന്റെ ആണോ? അത് നമുക്ക് അവല് നനയ്ക്കാം. അത് നനയ്ക്കാന്ന് തിന്നെ വന്നിട്ട്. അപ്പൊ നമ്മൾ കുറച്ച് അവലിട്ടു. എത്ര അവൽ മതിയോ ആമി? പോരല്ലോ, നമ്മൾ കൊറേ പേരില്ലേ, കുറച്ചുകൂടി അവലെടുക്കാം അല്ലേ? ഏത്? അത് തേങ്ങ. ഇച്ചിരി കൂടി അവലിടുക.
ആമിക്ക് നല്ല രസമുണ്ടല്ലേ ആമി? നല്ല സുഖമല്ലേ? ഇതെനിക്കിഷ്ടമാണ് കേട്ടോ. ഇവിടെ ബാക്കിയുള്ളവർക്ക് ഇഷ്ടമാണോ എന്ന് എനിക്കറിയത്തില്ല. പണ്ട് അമ്മയുടെ അമ്മ ഇതാക്കി തരുമായിരുന്നു, അവല് നനച്ചത്. അല്ലേ പൊന്നു? പൊന്നുവിന് അറിയില്ല. ഞാനല്ല അല്ലേ പൊന്നുവിന് ചോദിക്കുന്നില്ല പൊന്നാ. ഇത് കണ്ടോ, പിന്നെയും ചോദിച്ചല്ലേ പൊന്നാന്ന്. ഇതാ ഇനി എങ്ങനെ ആക്കണ്ട, ഇത് ഇങ്ങനെ ഇളക്കണം. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കണം. ഇങ്ങനെ. അപ്പം ഞാൻ ഈ അവലൊന്ന് ഫുള്ളാക്കിയിട്ട് ബാക്കി വീഡിയോ എടുക്കട്ടെ, ഇല്ലെങ്കിൽ ഇത് മൊത്തം ഇപ്പം ഇവിടെ താഴെ കിടക്കും. അപ്പം ഇത് നമ്മുടെ പപ്പ വന്നു അല്ലേ അമ്മി? പപ്പ ഇവിടെ വെയിൽ കായാൻ നിൽക്കുവാന്ന്. നല്ല വെയിലല്ലേ? ഇങ്ങനെ ആകാശത്തോട് നോക്കുമ്പോൾ തന്നെ കാണാൻ നല്ല രസം. എന്തിനാ? വെയില് കാണാം. ചെല്ലാമി പപ്പയുടെ റൂം ഉണ്ട്. കൂളിംഗ് ഗ്ലാസ് വേണോ? ഞാൻ ചിരിച്ചതാ. അപ്പൊ ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോയി തിരിച്ചെത്തി കഴിഞ്ഞ് മിന്നു എടുത്ത വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നെ കുറിച്ച് അതിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ. എനിക്ക് മടി പിടിച്ചു എന്നാണ് മിന്നു പറയുന്നത്. സത്യത്തിൽ മടി പിടിച്ചത് മിന്നുവിനാണ്. വീഡിയോ കൂടെ വന്നിട്ട് എന്താണോ പറയുന്നത്. ഓക്കെ, അപ്പൊ ഞങ്ങളിത് എമ്പുരാൻ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ട് നിൽക്കുവാണ്. മമ്മി ഇത് റെഡി ആയില്ല. മമ്മീനെ കൂട്ടിയാലും കൂട്ടിയില്ലെങ്കിൽ 7 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് വണ്ടി വിടുന്നതായിരിക്കും, കയറുന്നവരെ കൊണ്ട്. ഞാൻ പോകുന്നില്ല കേട്ടോ, ഇവര് മാത്രമേ പോകുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൊച്ചിനെ എനിക്ക് 2 തവണ കാണാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മിന്നുവിന് അടുത്ത് ഞങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ട്. പടം കൊള്ളുമെങ്കിൽ നാളെ ബുക്ക് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യില്ല. എനിക്ക് പക്ഷേ ഇങ്ങനത്തെ പടങ്ങൾ, അടിപ്പടങ്ങളോട് ഒരു താല്പര്യമില്ല. അപ്പൊ ഇതേ എന്റെ പെണ്ണ് ഇവിടെ ഇരിപ്പുണ്ട്. ബിസ്ക്കറ്റ് ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ചായ കൊടുത്തു പപ്പയ്ക്ക്. ചായ എന്ത്? അപ്പൊ വീഡിയോ എടുക്കാത്തത് മടി പിടിച്ചിട്ടൊന്നും അല്ല. അതേപോലെ തന്നെ ഞാൻ PUBG കളിക്കുന്നതും മടി പിടിച്ചിട്ടൊന്നും അല്ല. പിന്നെ എന്തുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്? സത്യം പറഞ്ഞു കഴിഞ്ഞാല് സമയം കിട്ടാത്തോണ്ടാണ്. PUBG കളിക്കാൻ സമയം ആകെ 10 മിനിറ്റ് ഗെയിം കളിക്കുന്നുള്ളൂ. അത് ചുമ്മാ കളിക്കുന്നതാണ്. ഓക്കെ, പിന്നെ എന്നാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്ന? മമ്മിക്ക് എന്നാ പറ്റിയ? മമ്മീനെ ഇവിടെ ടോർച്ചറിങ് ആണ് മിന്നു. മമ്മി എന്നാ പറയുന്നത്? മമ്മീനെ കൊണ്ട് ഇന്ന് വീഡിയോ ഒക്കെ എടുപ്പിച്ച് ഭയങ്കര മമ്മീനെ പ്രഷർ ചെലുത്തി എന്ന് പറയുന്നത്. പിന്നെ മമ്മീനെ കൊണ്ട് വീഡിയോ ഒക്കെ എടുപ്പിച്ച് മമ്മി ആകെ പേടിച്ച് പറിച്ച്. അടിപൊളി ചായയും നല്ല ബോംബെ മിക്സ്ചറും ആണ് നമ്മൾ തിന്നാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ മിന്നുന്റെ സാമ്പാർ അവിടെ ഇരിക്കുന്നുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ തുണി ഇടരുതെന്ന്? ഏത് കൈ തുടങ്ങിയ വൃത്തിയുള്ള തുണി ഇട്, ആ സാധനം നശിപ്പിച്ച് കളയരുത്. ഹലോ, പാവം കുഞ്ഞിനെ പനി പിടിച്ചു കേട്ടോ. അപ്പൊ ഒന്നും തിന്നുന്നില്ല എന്റെ കുഞ്ഞ്. രാത്രി പനിക്കുവാണ്. അതേപോലെ തന്നെ ഇത് കേട്ടോ, വേറെ സംഭവം. ഞാൻ ഡ്യൂട്ടിക്ക് പോയ സമയത്ത് അപ്പനും മക്കളും കൂടെ വേറെ പരിപാടി ഒപ്പിച്ചതുണ്ട്. അടിപൊളി ചെടി നട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ കാണിച്ചതായിരിക്കും, കണ്ടതായിരിക്കും. എന്നിരുന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് ഒന്നുകൂടെ കാണിക്കുന്ന കേട്ടോ. എന്ത് രസം നോക്കിയേ. വാവ്, മഞ്ഞയും ഇതിനകത്തും ഒരു ചുമന്ന കളർ പൂ പിടിക്കും കേട്ടോ. അത് കുറച്ച് നാൾ കഴിയും പിടിക്കാൻ. ഹലോ ഹലോ, ചായ കുടിക്കണോ? ഞാനൊരു ആവേശത്തിന് മുട്ട അടിച്ചു. ഇപ്പം മുടി കുറച്ച് വളരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ബോറായി വരുന്നുണ്ട് അല്ലേ? എനിക്ക് ഒന്നാമത് ഇത് ഒന്നും ചേരുന്നില്ല. ഇതാ എമ്പുരാൻ കാണാൻ വേണ്ടി പപ്പ റെഡി ആയി സെറ്റപ്പ് ആയി നിൽക്കുന്നുണ്ട്. മമ്മി അതാ ഞാൻ പറഞ്ഞ 7 മണിക്ക് വണ്ടി വിടും. ആരും കയറിയാലും കയറിയില്ലല്ലോ. സമയം ഇപ്പൊ 6:45. ആ മമ്മി ഇനി ബിസ്ക്കറ്റ് തൊണ്ട കൂടി നീ ചാവണ്ട. വെല്ലേ വിഴുങ്ങുവാ. ചൂട് മാഗി ഒന്നും എടുത്ത് കൊടുക്കലടി. തൊണ്ടയിലിട്ട് ഇനി പൊള്ളി എന്തേലും ആവും. അത് ആക്ച്വലി ആമീനെ ഇത് പഠിപ്പിച്ചത് ഞാനാട്ടോ. മിന്നുവിന്റെ തെറ്റല്ല ഇത്. ഞാന് മിന്നു ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തിന് എളുപ്പത്തിന് ഇവക്ക് എന്തെങ്കിലും ആക്കി കൊടുക്കുന്ന മാഗി ആയിരുന്നു. അങ്ങനെ ഈ പെണ്ണിന് മാഗി ഇഷ്ടമായി. സോറി, അത് തണുപ്പ് ചൂടോട്ടെ.
മാറ്റിയെടുക്കണം. ഇനി അത് മെല്ലെ മെല്ലെ ഒഴിവാക്കണം മിന്നു മാഗി നമുക്ക്. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ സിനിമയ്ക്ക് പോവാണ്. ഇപ്പോൾ ഇവിടെ 6:45 ആവാനായി, 6 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇവിടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ, നമ്മുടെ വെസ്റ്റ് സ്വിൻഡനിലെ ഷോറിഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റൽ ഉണ്ട്, ഒരു തിയേറ്റർ ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പോകുന്നത്.